ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലോകത്തേക്ക് സമൂഹത്തെ ഉയർത്തുന്നതിനായി വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുമായി പരിശീലന പരിപാടി സംഘടിപ്പിക്കുമെന്ന് വിക്ടോറിയ കോളേജ് ഫിസിക്സ് അലൂമിനി അസോസിയേഷൻ സെക്രട്ടറി പാറയ്ക്കൽ രാമചന്ദ്രൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ആധുനിക സാങ്കേതിക ജീവിതത്തിലേക്ക് ലോകം അതിവേഗം മാറുന്ന കാലത്ത് ഇന്ത്യയുടെ വളർച്ച പുറകിലാണ്. അതിവേഗ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ലഭ്യമായിട്ടും AI അംഗീകരിക്കുന്നതിലും ഉപയോഗിക്കുന്നതിലും സമൂഹം വൈമുഖ്യം കാണിക്കുന്നുണ്ട്. AI കൃത്യമായി ഉപയോഗപ്പെടുത്തുന്നത് തൊഴിലില്ലായ്മ കുറയ്ക്കാനും സാമ്പത്തിക വളർച്ചയ്ക്കും ഉപകരിക്കും. AI സാധ്യതകൾ അതിവേഗം ഉൾക്കൊള്ളുന്നതിനായി ആദ്യഘട്ടത്തിൽ വിദ്യാർത്ഥികൾക്കാണ് പരിശീലനം നൽകുന്നത്. തുടർന്ന് അധ്യാപകർക്കും സമൂഹത്തിലെ വിവിധ ശ്രേണിയിലുള്ളവർക്കും പരിശീലനം നൽകും. സെപ്റ്റംബർ 8 നടക്കുന്ന പരിശീലനത്തിന് ശേഷം AI വിദ്യകൾ വ്യാപകമാക്കുന്നതിനായി ക്ലബ് രൂപീകരിക്കും. സിവിൽ പരീക്ഷകളിൽ തുടരുന്ന പിന്നോക്കാവസ്ഥ മാറ്റുന്നതിനായി ഫിസിക്സ് അലുമിനി അസോസിയേഷൻ വിവിധ പരിശീലന പാഠ്യപദ്ധതികളും നടപ്പിലാക്കും. പാഠ്യവിഷയങ്ങളിൽ നിന്ന് 35% മാർക്കും പാഠ്യേതര വിഷയങ്ങളിൽ നിന്ന് 65% മാർക്കും സിവിൽ പരീക്ഷാ വിജയത്തിന് ആവശ്യമാണ്. നോർത്ത് ഇന്ത്യയിൽ LP UP തൊട്ട് തന്നെ സിവിൽ പരീക്ഷാ പരിശീലനം നടക്കുന്നതുകൊണ്ടാണ് ഉത്തരേന്ത്യയിൽ IAS IFS വിജയികൾ കൂടുതലുണ്ടാവുന്നത്. ഇതേ മാതൃകയിൽ വ്യത്യസ്തമായ പാഠ്യപദ്ധതിക്ക് വിദഗ്ധർ നേതൃത്വം നൽകുമെന്നും രാമചന്ദ്രൻ പറഞ്ഞു. ജാഗരൂകരായിരിക്കണം, ജനങ്ങൾക്ക് വേണ്ട അടിസ്ഥാന വിദ്യാഭ്യാസം കൊടുക്കണം. അവരെ ഇതിന്റെ യൂസ്, ഫോർ എക്സാമ്പിൾ, ഇതിന് പ്രായ വ്യത്യാസമില്ല. ഇനി എല്ലാവരും മൊബൈൽ ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഇതിന്റെ ഒരു വാട്ട് ഈസ് കോൾഡ് ഒരു ഇമ്പാക്റ്റ് കിട്ടും. മൊബൈൽ ഉപയോഗിക്കുന്നത് ഇപ്പം തന്നെ മെറ്റ എന്ന് പറഞ്ഞിട്ടൊരു എനിക്ക് കുറേയധികം ആൾക്കാരുടെ ഫോൺ വന്നു. എന്താണ് ഒരു സുപ്രഭാതത്തിലെ ഒരു റൗണ്ട് ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കണം, നീല കളർ. അതൊരു ഫ്രീ ആയിട്ടുള്ള ഒരു AI ആപ്ലിക്കേഷനാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ആ ഫ്രീ ആയിട്ട് തരുന്നതെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കണമല്ലോ. കാശ് കൊടുത്ത് ചിലപ്പോൾ വാങ്ങാൻ പറ്റും. ഇറ്റ് ബി എ വെരി കോസ്റ്റ്ലി തിങ്. അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ, അതാണ് ആദ്യത്തെ സ്റ്റേജ്. ഇതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് അന്ന് തന്നെ ഞങ്ങൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കമ്മ്യൂണിറ്റി ഓഫ് പാലക്കാട് എന്ന് പറഞ്ഞ് അന്ന് നമ്മുടെ ഈ സെമിനാറിൽ പങ്കെടുക്കുന്ന ടെക്നോളജിക്കൽ വിദഗ്ധരും സാധാരണക്കാരും ഒക്കെ അടങ്ങുന്ന ഒരു ക്ലബ്ബ് രൂപീകരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ആ ക്ലബിലൂടെ ഇതിൻ്റെ തുടർ പഠനങ്ങൾ, നമ്മുടെ LKG മുതൽ PhD വരെ നേടുന്ന അറിവിന് ഈ പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം 35% വാല്യൂ ഉള്ളൂ, വെയിറ്റേജേ ഉള്ളൂ. ബാക്കി 65% എന്ന് പറയുന്നത് മറ്റു പല കഴിവുകളുമാണ്. ഈ മറ്റു പല കഴിവുകളും ഈ 65% നേടാനുള്ള, ആ കഴിവ് കിട്ടാനുള്ള ഒരു തരത്തിലുള്ള ക്ലാസ്സുകളും ട്രെയിനിങ്ങും നമ്മുടെ സ്കൂൾ എഡ്യൂക്കേഷനോ കോളേജ് എഡ്യൂക്കേഷനോ കിട്ടുന്നില്ല. അപ്പോൾ എന്താ ചെയ്യുന്നത്? ഡിഗ്രി കഴിഞ്ഞിട്ട് ഈ പരീക്ഷ എഴുതാൻ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ട് ഡിഗ്രി കഴിഞ്ഞിട്ടാണ് ആൾക്കാർ ഇതിനെപ്പറ്റി ആലോചിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 35% ഡിഗ്രി കഴിയുമ്പോഴേക്കും കയ്യിലുള്ളൂ. ഏത് വിഷയമായാലും അതിനൊരു വിഷയം പ്രത്യേകിച്ചില്ല. എഞ്ചിനീയറിങ്ങോ മെഡിസിനോ നോർമൽ BSc ഫിസിക്സോ ഏത് ഡിഗ്രി വേണമെങ്കിലും ആവാം. ആ ഡിഗ്രി നേടുന്ന ആർക്കും ഈ പരീക്ഷ എഴുതാം എന്നതിൻ്റെ അർത്ഥം 35% ഉള്ള ആർക്കും ആവാം എന്ന് പറയുമ്പോൾ ബാക്കി 65% എന്താണെന്ന് കൂടെ മനസ്സിലാക്കണം. ഈ 65% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ലീഡർഷിപ്പ് ക്വാളിറ്റീസ്, പ്രസൻറ്റേഷൻ സ്കിൽസ്, വാട്ട് ഈസ് കോൾഡ് ഡിസിഷൻ മേക്കിംഗ് സ്കിൽസ്, ലോജിക്കൽ റീസണിംഗ് സ്കിൽസ്. അലുമിനി പ്രസിഡന്റ് KP പ്രേംകുമാർ, അശ്വിനി കുമാർ മേനോൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.